തൂക്കിയിട്ടുകൊണ്ട് നടന്നിട്ട് കാര്യമില്ല. 25 വയസ്സിനു മുമ്പ് ഏതവളെയെങ്കിലും വളച്ചു കെട്ടണം. വിവാദ പ്രസ്താവനയുമായി പാംപ്ലാനി. തങ്ങളുടെ ചവയ്ക്ക് വംശനാശം സംഭവിക്കാൻ പോകുന്നേ എന്ന് ഭയന്ന് നിലവിളിച്ച് ഇതിനു മുമ്പും കത്തോലിക്ക സഭയിലെ കൂതാശ കച്ചവടക്കാരന്മാർ പലതരത്തിലുള്ള ചിരിപ്പിക്കുന്ന പ്രസ്താവനകളുമായി രംഗത്ത് വന്നിട്ടുണ്ട്. പാലായിലെ കത്തോലിക്ക പെണ്ണുങ്ങൾ 3-ൽ കൂടുതൽ പ്രസവിച്ചാൽ 3 ശേഷമുള്ള ഓരോ പ്രസവത്തിനും കുട്ടികളെ വളർത്തുവാൻ പ്രോത്സാഹന സമ്മാനമായി പ്രതിമാസം 1500 രൂപ വെച്ച് നൽകുമെന്ന് കലറങ്ങാടൻ പ്രഖ്യാപിച്ചിരുന്നു. അന്നും അദ്ദേഹം വിലപിച്ചത് സഭയിൽ ആള് കുറയുന്നേ എന്നും പറഞ്ഞായിരുന്നു. അതാരും പക്ഷേ ഗൗരവമായി എടുത്തില്ല. പിന്നീട് ലവ് ജിഹാദ് എന്ന് പറഞ്ഞ് നിലവിളിച്ചു. കാക്കാച്ചക്കന്മാർ ക്രിസ്ത്യൻ പെമ്പിള്ളാരെ കൊണ്ടുപോകുന്നേ എന്നും പറഞ്ഞായിരുന്നു അന്ന് നിലവിളിച്ചത്. അതും എങ്ങും എത്തിയില്ല. തലശ്ശേരി ബിഷപ്പ് പാംപ്ലാനിയാണ് ഇപ്പോൾ പുതിയ ഉത്തേജന പ്രസംഗവുമായി രംഗത്തിറങ്ങിയിരിക്കുന്നത്. റബ്ബറിന് ഒരു 350 രൂപ നൽകിയാൽ ഞങ്ങൾ ഒലത്താം എന്നൊരു പ്രസംഗം നടത്തിയതിൻ്റെ ക്ഷീണം ഇതുവരെ മാറിയിട്ടില്ല എന്നോർക്കണം. ഇനി നമുക്ക് തലശ്ശേരി ആർച്ച് ബിഷപ്പ് ജോസഫ് പാംപ്ലാനി കത്തോലിക്ക സഭയുടെ യുവജന പ്രസ്ഥാനത്തിൻ്റെ സമ്മേളനം ഉദ്ഘാടനം ചെയ്ത് സംസാരിക്കവേ നടത്തിയ ആ പ്രസംഗം കാണാം. സമുദായത്തിൽ അംഗസംഖ്യ കുറയുന്നതിനാൽ യുവാക്കൾ 18 വയസ്സിൽ പ്രണയിച്ചു തുടങ്ങി 25-ാം വയസ്സിനുള്ളിൽ വിവാഹം ചെയ്യണമെന്നും കുടുംബജീവിതത്തിലേക്ക് കടക്കണമെന്നും ആർച്ച് ബിഷപ്പ് ജോസഫ് പാംപ്ലാനി ആവശ്യപ്പെടുന്നു. ഇപ്രകാരം ഒരു പ്രസംഗം നടത്തുവാൻ അദ്ദേഹത്തെ പ്രേരിപ്പിച്ച സംഭവം ഇതാണത്രേ. തൻ്റെ വിവാഹം നടക്കാതിരുന്നതിന് കാരണം മാതാപിതാക്കളും കന്യാസ്ത്രീകളും പിതാക്കന്മാരുമാണെന്ന് ഒരു 40-കാരൻ എന്നോട് പരാതി പറഞ്ഞു. 18 വയസ്സിന് ശേഷം പ്രണയിക്കുന്നത് കുറ്റകരമല്ല, അത് ദോഷകരമായി ആരും കരുതേണ്ടതില്ല. യുവജനങ്ങളുടെ വിദേശത്തേക്കുള്ള ഓട്ടം അപകടകരമാണ്. 30-40 ലക്ഷം രൂപ ലോൺ എടുത്ത് യുവാക്കൾ വിദേശത്തേക്ക് പലായനം ചെയ്യുവാനുള്ള വ്യഗ്രത സമുദായത്തെ ദുർബലപ്പെടുത്തി. തലശ്ശേരി അതിരൂപതയിൽ മാത്രം 4200 യുവജനങ്ങൾ 35 വയസ്സിന് മുകളിൽ പ്രായമുള്ളവർ കല്യാണം കഴിക്കാതെ മൂത്തു നരച്ചു നിൽപ്പുണ്ടെന്ന് അദ്ദേഹം പറയുന്നു. അംഗസംഖ്യ കുറയുന്നത് മൂലം സമുദായം പ്രതിസന്ധിയിലാണ് എന്നും ആയതിനാൽ വിശ്വാസികളുടെ എണ്ണം കുറയുന്നതിന് പരിഹാരമായി ആണത്രേ ആരെയെങ്കിലും വളച്ച് ഒരു 25 വയസ്സിനുള്ളിൽ കെട്ടാൻ പറയുന്നത്. യുവാക്കൾ വിദേശത്തേക്ക് പഠിക്കുവാൻ പോകുന്നതും ജോലിക്ക് പോകുന്നതും കൊണ്ട് മെത്രാന്മാരുടെ കുപ്പായം പൊക്കി നടക്കുവാൻ നാട്ടിൽ ആളുകളില്ലെന്നും പാംപ്ലാനി വിലപിക്കുന്നു. നമ്മുടെ സമുദായം ഇന്ന് നേരിടുന്ന ഏറ്റവും വലിയ പ്രശ്നം എന്ന് പറയുന്നത്, പ്രിയപ്പെട്ട യുവജനങ്ങളെ, നമുക്ക് വരും തലമുറയുടെ എണ്ണം വളരെ അപര്യാപ്തമാണ് എന്നുള്ളത്. അതിൻ്റെ പ്രധാന കാരണം എന്ന് പറയുന്നത് നമ്മുടെ യുവാക്കന്മാർ വിവാഹിതരാകുന്നില്ല എന്നുള്ളതാണ്. യുവാക്കന്മാർ വിവാഹിതരാകുന്നില്ല എന്ന് പറഞ്ഞാൽ തലശ്ശേരി രൂപതയിൽ തന്നെ ഇപ്പോൾ 35 വയസ്സ് കഴിഞ്ഞിട്ടും വിവാഹം കഴിക്കാൻ ആഗ്രഹമുണ്ടായിട്ടും പറ്റിയ പങ്കാളിയെ കിട്ടാത്തതായി 4200 പുരുഷന്മാരുണ്ട്. ഒരു 100-150 പെൺകുട്ടികളും കാണും. ബാക്കി ഈ 4200 പുരുഷന്മാരിൽ 4000 പേർക്കും പെണ്ണിനെ കിട്ടില്ല എന്ന് എനിക്ക് ഉറപ്പാണ്. കാരണം അവർ പലരും 40 വയസ്സിന് മുകളിൽ പ്രായമുള്ളവർ. ഈ ഒരു സാഹചര്യം വന്നത് എന്തുകൊണ്ട് എന്ന് പ്രിയ യുവജനങ്ങളെ നിങ്ങളും ചിന്തിക്കേണ്ടതാണ്. അതുകൊണ്ടാണ് സഭ നിങ്ങളോട് നിർദ്ദേശിക്കുക, വിവാഹം 25 വയസ്സാകുമ്പോഴത്തേക്കും നിങ്ങൾ ജീവിത പങ്കാളിയെ കണ്ടെത്തണം. പണ്ടൊരു മീറ്റിങ്ങിൽ യുവജനങ്ങൾ എന്നോട് പറഞ്ഞു, ഇന്ന് ഞാൻ മാങ്ങോട് ഇടവകയിൽ അജപാലന സന്ദർശനത്തിൽ പൊതുയോഗത്തിൽ പറയുകയും ചെയ്തത്, മാതാപിതാക്കൾ അതുപോലെ അച്ഛന്മാര് കന്യാസ്ത്രീമാരാണ് ഞങ്ങൾക്ക് കല്യാണം സമയത്ത് നടക്കാതെ പോയതിന് കാരണം എന്ന് ഒരു 40-കാരൻ എന്നോട് വഴക്കുകൂടി പറഞ്ഞു. ഞാൻ ചോദിച്ചു, ഞങ്ങൾ എന്ത് ചെയ്തിട്ടാണ് നീ ഈ വഴക്കുണ്ടാക്കുന്നത്? അവൻ പറഞ്ഞു, നിങ്ങളല്ലേ പറഞ്ഞത് പ്രണയം പാപമാണ്, അങ്ങനെ ആരെയും പ്രണയിക്കാൻ പാടില്ല എന്നൊക്കെ പറഞ്ഞ് നിങ്ങളല്ലേ ഞങ്ങളെ അപകടത്തിൽ ചെന്ന് എത്തിച്ചത്. ഈ ഒരു പ്രശ്നത്തിന് ഇനിയെങ്കിലും നിങ്ങൾ പരിഹാരം കണ്ടുപിടിക്കണം. ആ യുവാവ് പറഞ്ഞത് വളരെ സത്യമാണ് എന്നെനിക്ക് തോന്നി. അതുകൊണ്ട് ശേഷം ഞാൻ യുവജനങ്ങളോട് പറഞ്ഞു, ഒരു 18 വയസ്സിന് ശേഷം നിങ്ങൾ പ്രണയിക്കുന്നത് ഒരു കുറ്റവും ഇല്ലാത്ത കാര്യമാണ്. അതിനെ ദോഷമായി ആരും കരുതേണ്ട കാര്യമില്ല. ചുമ്മാ കൈയടിച്ചത് കൊണ്ട് കാര്യമില്ല, അതിനൊരു മിനിമം ധൈര്യം വേണം, അല്ലേ?
ആ മിനിമം ധൈര്യം നിങ്ങൾ യുവാക്കൾക്കും യുവതികൾക്കും ഉണ്ടാകണം. നമ്മുടെ ആമ്പിള്ളേർ പലരും നാണം കുണുങ്ങികളും താഴോട്ട് മാത്രം നോക്കിയിരിക്കുന്നവരുമായിട്ടാണ് കരുതപ്പെടുന്നത്. പ്രിയ യുവാക്കന്മാരെ, ഇത് നിങ്ങളുടെ ജീവിത പ്രശ്നമാണ്. അതുകൊണ്ട് 25 വയസ്സാകുന്നതിന് മുൻപ് നിങ്ങൾക്ക് അനുയോജ്യയായ ജീവിത പങ്കാളിയെ കണ്ടെത്തുക നിങ്ങളുടെയും കൂടി ഉത്തരവാദിത്തമായിട്ട് നിങ്ങൾ മനസ്സിലാക്കേണ്ടതുണ്ട് എന്ന് സൂക്ഷിക്കുക. മാതാപിതാക്കൾ തന്നെ വിചാരിച്ചാൽ ഇനി നിങ്ങൾക്ക് ജീവിത പങ്കാളിയെ കണ്ടെത്തി തരിക ദുഷ്കരമാണ്. അതുകൊണ്ട് നിങ്ങൾ തന്നെ ആ ഉത്തരവാദിത്തങ്ങൾ ഗൗരവമായിട്ടെടുക്കണം. ബിഷപ്പ് പാംപ്ലാനി, താനൊരു കാര്യം മനസ്സിലാക്കണം. ഇന്ന് കത്തോലിക്ക സമുദായത്തിലുള്ള പെൺകുട്ടികൾ പോലും നിങ്ങളുടെ സമുദായത്തിലുള്ള യുവാക്കളെ കെട്ടുവാൻ ആഗ്രഹിക്കുന്നില്ലെങ്കിൽ നിങ്ങളത് എന്തുകൊണ്ടാണ് എന്ന് ചിന്തിക്കണം, പഠിക്കണം. നിങ്ങളുടെയൊക്കെ പുറകെ നടക്കുന്നവന്മാർ വെറും മൊണ്ണകളും മോഴകളുമാണെന്ന് ആ പെൺകുട്ടികൾ തന്നെ തിരിച്ചറിഞ്ഞു കഴിഞ്ഞു. അതുകൊണ്ട് സ്വാഭാവികമായും അവർ നട്ടലിന് ഉറപ്പുള്ള ആണുങ്ങളെ തേടിപ്പോകും, വിവാഹവും കഴിക്കും. പള്ളിപ്പൊട്ടന്മാർ പള്ളിക്ക് ചുറ്റും നേർച്ചയും ഇട്ട് നടക്കും. അതിൽ വിലപിച്ചിട്ട് വല്ല കാര്യവുമുണ്ടോ പാംപ്ലാനി? യുവാക്കൾ വിദേശത്തേക്ക് പോകുന്നതിനെ നിങ്ങൾ വിമർശിക്കുന്നു. സഭയുടെ ഏതെങ്കിലും ഒരു സ്ഥാപനത്തിൽ അവർക്ക് നിങ്ങളൊരു തൂപ്പുജോലിയെങ്കിലും നൽകുമോ? അഥവാ കൊടുത്താൽ എത്ര ലക്ഷം മേടിക്കും? ഗതികെട്ട് കിടപ്പാടം പണയം വെച്ച് 40 ഓ 50 ലക്ഷം മുടക്കി അവർ വിദേശത്തേക്ക് പോയാൽ അവിടെയും അവർക്ക് സമാധാനം കൊടുക്കാതെ നിന്റെയൊക്കെ നാണം കെട്ട മെത്രാന്മാരും പാതിരിമാരും നാറിയ രൂപതയുണ്ടാക്കി അവരുടെ പുറകെ ചെല്ലും. തെണ്ടൽ തുടരുകയും ചെയ്യും. എന്നിട്ട് ഒരു വായിൽ തന്നെ ഊഞ്ഞലാട്ടവും ഉപദേശവും ഒരുമിച്ച് നടത്തുവാൻ തനിക്ക് ഉളുപ്പില്ലേ പാംപ്ലാനി? സഭയിൽ ആള് കുറയുന്നെങ്കിൽ ഞാൻ നേരത്തെയും പറഞ്ഞിട്ടുണ്ട്, താനും താങ്കളുടെ പാതിരിമാരും മഠത്തിലുള്ള സകല മഠത്തിലമ്മമാരെയും വിവാഹം കഴിക്കുക, അവരെ പ്രസവിക്കുവാൻ അനുവദിക്കുക. എല്ലാ കൊല്ലവും ഒന്നിനു പുറകെ ഒന്നായി അവർ പ്രസവിക്കട്ടെ. നിന്റെയൊക്കെ രോഗവും മാറും, സഭയിൽ അംഗസംഖ്യ കൂടുകയും ചെയ്യും. ഇന്നലെ കണ്ടോ, തൻ്റെ രൂപതയിലെ ഒരു പാതിരി പോൾത്തട്ടുപറമ്പിൽ കാസർഗോഡ് അഡീഷണൽ സെഷൻസ് ഡിസ്ട്രിക്ട് കോടതി 2-ൽ പോയി കീഴടങ്ങി. 16 വയസ്സുള്ള ഒരു ബാലനെ പ്രകൃതി വിരുദ്ധ പീഡനം നടത്തി എന്ന പോക്സോ കേസിൽ പ്രതിയായാണ് അയാൾ റിമാൻഡിൽ പോയത്. ഇതിൻ്റെയൊക്കെ വല്ല ആവശ്യവുമുണ്ടോ? നീയൊക്കെ ഇങ്ങനെ നടന്നിട്ട് ഈ രാജ്യത്തിനോ സ്വർഗരാജ്യത്തിനോ വല്ല പ്രയോജനവുമുണ്ടോ പാംപ്ലാനി? പൊടുതിന്ന് പോകുന്നതിന് മുമ്പേ ഇതുകൊണ്ടൊക്കെ ഇങ്ങനെയെങ്കിലും എന്തെങ്കിലുമൊക്കെ പ്രയോജനം ഉണ്ടാവട്ടെ. ചെറുപ്പക്കാരെ, അത് പാവമാണ്, ഇത് പാവമാണ്, മറ്റേത് പാവമാണ് എന്നൊക്കെ പറഞ്ഞ് നിങ്ങളിൽ പാവബോധം ഉണ്ടാക്കി നിങ്ങളെ വെറും മൊണ്ണകളാക്കിയ ഈ പള്ളിത്തന്തമാരിൽ നിന്നും പരമാവധി അകലം പാലിച്ചാൽ നിങ്ങൾക്ക് പുരുഷത്വമുണ്ടാകും, സ്വന്തം ഇണയെ കണ്ടെത്തുവാൻ നിങ്ങൾക്ക് സാധിക്കുകയും ചെയ്യും. അല്ലെങ്കിൽ ഇവന്മാരെ പോലെ വെറുതെ തൂക്കിയിട്ടുകൊണ്ട് നടക്കേണ്ടി വരും. ഇതിന് ട്യൂഷനൊന്നും ഒരിടത്തും കിട്ടില്ല. i2i News, an eye for truth. i2i News സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലാത്തവർ ഇപ്പോൾ തന്നെ സബ്സ്ക്രൈബ് ചെയ്യുക. നോട്ടിഫിക്കേഷൻ ലഭിക്കുവാൻ ബെൽ ബട്ടണും അമർത്തുക.